ഇവരൊക്കെ ജനിക്കാൻ കാരണം പുരുഷനല്ലേ? ഒരു പുരുഷൻ മാത്രമായതുകൊണ്ടാണ് ഒരു കുട്ടി ഇവിടെ ജനിക്കുന്നത്. അല്ല, സ്ത്രീയും കൂടിയാണ്. അപ്പൊ പുരുഷനിൽ ഇടപെടാൻ പാടില്ല എന്ന് പറയുന്നതിൽ എന്താ അർത്ഥം? അതുകൊണ്ട് പുരുഷൻ ഇടപെടാൻ പാടില്ല എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? പുരുഷനും ഇടപെടണം, പുരുഷനടുത്ത് ഇടപെട്ടേ പറ്റൂ. തുണി ഉടുക്കാതെ വേണമെങ്കിൽ ഞാൻ നാളെ റോട്ടിലൂടെ ഇറങ്ങി നടക്കും. കാണണോ നിങ്ങൾക്ക്? കാണണോ നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞതല്ലേ, വേറെ ആരോ എവിടെയോ ഇരുന്ന് പറഞ്ഞത് ഇപ്പോ എൻ്റെ തലയിലേക്കൊന്ന് വന്നതാണ്. പ്രിയപ്പെട്ടവരെ, വസ്ത്രധാരണം ഒരു വലിയ ഒരു കോണ്ടന്റാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്, ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്ക് തരിക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സ് ഉണ്ട്. എന്താണെങ്കിലും ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്കൊരു അഭിപ്രായം കാണും, അത് നിങ്ങൾ പറയുക. കൂടാതെ കമൻറ്റ് ബോക്സിൻ്റെ തൊട്ടപ്പുറേ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിച്ചാൽ അതിലും അങ്ങോട്ട് ധൈര്യപൂർവ്വം മടിക്കാതെ ക്ലിക്ക് ചെയ്യുക. ഇനി കാര്യത്തിലേക്ക് വരാം. 24-ൽ തമ്മിൽ എന്ന് പറയുന്നൊരു പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ അതിൽ ഇന്നലെ ഉണ്ടായിരുന്ന ചർച്ച വസ്ത്രധാരണം. മറ്റേ ഹനാൻ എന്ന് പറയുന്ന പെൺകുട്ടി, കൂടാതെ നമ്മുടെ മെൻസ് അസോസിയേഷൻ പ്രസിഡന്റ് വട്ടിയൂർക്കാവ് അജിത്തേട്ടൻ, കൂടാതെ ഒരുപാട് ആളുകൾ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത്, വസ്ത്രധാരണത്തെ പറ്റി സംസാരിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത്, നിങ്ങളുടെ ഇടയിലുള്ള ഒരു വ്യക്തിയാണ്, ആ വ്യക്തിയോട് ഞാനിങ്ങനെ ഞങ്ങളുടെ ഒരു കോൺവെർസേഷൻ്റെ ഇടയ്ക്ക് ആ വ്യക്തി തന്നെ, ഞാൻ ചോദിച്ചതല്ല, ആ വ്യക്തി തന്നെ എന്നോട് പറഞ്ഞു, എടാ എനിക്ക് സാരി ഉടുക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. ഞാൻ കല്യാണം കഴിച്ചൊക്കെ ജീവിക്കുന്ന സമയത്താണെങ്കിലും എനിക്ക് കൂടുതൽ സാരി ഉടുത്ത് നടക്കാനൊക്കെയാണ് ഇഷ്ടമെന്ന് പറഞ്ഞു. ലിറ്ററലി അത് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഇന്നത്തെ കാലത്ത് ഇവക്കിനി എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് പോലും ഞാൻ ചിന്തിച്ചു പോയി. അത് വേറൊന്നും കൊണ്ടല്ല, ഇന്നത്തെ കാലത്ത് അങ്ങനെ ചിന്തിക്കുന്നവർ അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ വളരെ കുറവാണ് അല്ലേ? ഞാൻ എൻ്റെ ചുറ്റുവട്ടത്ത് അങ്ങനെ കണ്ടിട്ടില്ല. എല്ലാവർക്കും കുറച്ച് മോഡേൺ ആയിട്ട് ആ ഒരു പരിപാടിയോടാണ് താല്പര്യം. അപ്പോൾ ഒരാൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ലിറ്ററലി അത് ഞാൻ എൻ്റെ തലയിൽ ഇങ്ങനെ മറക്കാതെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇന്നലത്തെ ആ ഒരു എന്താണ് തമ്മിലെ വഴക്ക് അല്ലെങ്കിൽ ചർച്ച അതൊന്ന് കാണാം, എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. പിന്നെ തുടക്കത്തിലെ ഒരു കാര്യം പറയാം. എൻ്റെ ഒരു അഭിപ്രായം കേൾക്കാൻ കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ചില വിഷയങ്ങളിൽ ഒരൊറ്റ അഭിപ്രായം നമുക്ക് അങ്ങോട്ട് പറഞ്ഞു പോകാൻ പറ്റില്ല. ഓക്കെ, നമ്മൾ മറ്റേ കുഴഞ്ഞു മറിഞ്ഞു കിടക്കേണ്ട ഒരു അവസ്ഥ വരും. ഒറ്റയടിക്ക് ഇതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞു പോകാൻ പറ്റില്ല. പല കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ പല കാര്യങ്ങൾ ഇങ്ങനെ കിഴിഞ്ഞ് നോക്കുമ്പോൾ അല്ലേ, ഈ ഒരു വസ്ത്രധാരണത്തിൻ്റെ ഒരു പരിപാടിയിലും എനിക്കൊരു പ്രോപ്പറായിട്ടുള്ളൊരു അഭിപ്രായം പറയാൻ പറ്റുന്നില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം. ഇത് ഞാൻ കൂടുതലൊന്നും കിഴിയാതെ ടു ദ ഓഡിയൻസ് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ടു ദ പബ്ലിക് അങ്ങനെ നോക്കി പറയുകയാണെങ്കിൽ എനിക്കൊരു ഒറ്റ സാധനമേ ഉള്ളൂ. എന്നെ സംബന്ധിച്ച് ഓരോരുത്തരുടെ ഇഷ്ടമാണ് അവരെന്തുടുക്കണം എന്നുള്ളത് അവരുടെ ഇഷ്ടമാണ്. അതിനകത്ത് ഒരിക്കലും ചോദ്യം ചെയ്യാൻ നമ്മൾ ആരും ആളല്ല. എന്നാൽ എനിക്ക് അത്യാവശ്യം മോഡേൺ ആയിട്ടും എന്നാൽ അത്യാവശ്യം നാടൻ ടച്ചും ഇതെല്ലാം എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഇതെല്ലാം ഉപയോഗിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ്. മനസ്സിലായോ? എൻ്റെ അഭിപ്രായം ഉപയോഗിക്കാം, അതിനകത്ത് തെറ്റില്ല. പക്ഷേ ഡ്രസ്സ് അത് ഇഷ്ടമാണ്, ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷെ ഒരിക്കലും അതൊരു വൾഗാരിറ്റിയിലേക്ക് പോകരുത്. അതായത് ഭയങ്കരമായിട്ട് ആരെങ്കിലും ഏതെങ്കിലും ഒരു പുരുഷനെ പിടിച്ചിരുത്താൻ വേണ്ടി ആ വസ്ത്രം കൊണ്ട് ദുരുപയോഗം ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ, അതിനോട് ഞാൻ യോജിക്കുന്നില്ല. തുടക്കത്തിലെ ഒരു ചെറിയ അഭിപ്രായം കേട്ടല്ലോ, അല്ലെങ്കിൽ ചില ആളുകൾ തുടക്കത്തിലെ ഇട്ടേച്ചുമ്പോൾ നിനക്കെന്താണ് ഒരു അഭിപ്രായം ഇല്ലേ എന്നും പറഞ്ഞ്. ഇതാണ് എൻ്റെ അഭിപ്രായം. വസ്ത്രം അത് ആർക്കും ഇഷ്ടമുള്ളത് ഉടുക്കാം, പക്ഷെ അത് ഒരിക്കലും ഞാൻ നേരത്തെ പറഞ്ഞ കണക്കത്തെ ഒരു പരിപാടിക്ക് വേണ്ടി ആവരുത്. ഇനി നമുക്ക് ഇതൊക്കെ അങ്ങോട്ട് കേട്ട് തുടങ്ങാം, എന്നിട്ട് ബാക്കി സംസാരിക്കാം. ഞാൻ ആദ്യം ഹനാനിൽ നിന്ന് തുടങ്ങാം. നന്നായി എന്ന് പറഞ്ഞാൽ ഈ കുട്ടിയെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. നമ്മുടെ സ്നേഹം ഇപ്പോഴും സ്നേഹത്തിന് കുറവൊന്നുമില്ല, പക്ഷെ എന്നാലും ഒരു ബഹുമാനം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. നമുക്കൊരു ബഹുമാനവും സ്നേഹവും ഒരു പെണ്ണിനോട് തോന്നണമെങ്കിൽ ആ ഡ്രസ്സിങ്ങിൽ കൂടി ഒന്ന് നമ്മൾ നോക്കും, ഒന്ന് ചിന്തിക്കും. നടന്നു വരുന്നത്, പോകുന്നത്, മറ്റ് വസ്ത്രധാരണം എല്ലാം ചിന്തിച്ചിട്ട് തന്നെയാണ് ഓരോ പുരുഷനും ഒരു സ്ത്രീക്ക് എത്ര ബഹുമാനം കൊടുക്കണം, എങ്ങനെയാണ് അതിന്റെ ഒരു ചോദിച്ചോട്ടെ. അജിത് കുമാറിന്റെ ആദരവ് ഇരിക്കുന്നത് വസ്ത്രത്തിൽ മാത്രമല്ല പ്രവൃത്തിയിലും വേണം.
വേണം, അത് പ്രവൃത്തിയും വേണം. വസ്ത്രധാരണം നമ്മൾ ആദ്യം ഏതൊരാളിനെ നമ്മൾ നോക്കുമ്പോൾ ആദ്യം വസ്ത്രമല്ലേ നമ്മൾ ശ്രദ്ധിക്കും. അത് കഴിഞ്ഞതിന് ശേഷമാണ് സ്വഭാവവും പിന്നെയുള്ള പുള്ളിക്കാരി എന്തൊക്കെ പ്രവൃത്തികൾ ചെയ്യുന്നു എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ പുരുഷന്മാർ എപ്പോഴും ഒരു മാനദണ്ഡം ആ കുട്ടിക്ക് നമ്മൾ കൊടുക്കുന്നത്. മറുപടി വേണ്ടേ? തീർച്ചയായിട്ടും ഞാനൊരു കാര്യം പറയട്ടെ, പുള്ളി ആ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നുണ്ട് കേട്ടോ. ഉറപ്പായിട്ടും ഞാൻ യോജിക്കുന്നുണ്ട്. പുള്ളി പറയുന്ന എല്ലാ കാര്യത്തോടൊന്നും എനിക്ക് എപ്പോഴും യോജിക്കാൻ പറ്റാറില്ല. എന്നാൽ ഈ ഒരു കാര്യം പുരുഷനായതുകൊണ്ട് പറയുകയാണ്, ഒരു സ്ത്രീയെ കാണുമ്പോൾ ഫസ്റ്റ് നമ്മൾ അവരുടെ വായിൽ നിന്ന് വരുന്ന വാക്കോ അല്ലെങ്കിൽ അവരുടെ സ്വഭാവമോ ഇതൊന്നും ആയിരിക്കത്തില്ല. ഫസ്റ്റ് നമ്മൾ കാണുമ്പോൾ അവരുടെ നോക്കുന്നത് അവരുടെ ഡ്രസ്സിങ്. അതെനിക്ക് തോന്നുന്നു ഒരു സ്ത്രീ ആണെങ്കിലും ഫസ്റ്റ് അതായിരിക്കുമല്ലോ നോക്കുന്നത്, അല്ലേ? എനിക്കറിയില്ല, ചേച്ചിമാരെ, പെങ്ങന്മാരെ, അമ്മമാരെ, നിങ്ങൾ പറയുക, ഒരു പുരുഷനെ കാണുമ്പോൾ ഫസ്റ്റ് നിങ്ങൾ എന്തായിരിക്കും നോക്കുന്നത്? ഫസ്റ്റ് നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നത് അയാളെയാണ്, അയാളുടെ രൂപമാണ്. ചില ആളുകൾ വെളുപ്പാണോ കറുപ്പാണോ ഇതൊക്കെ നോക്കും, ഇല്ലാതൊന്നും പറയണ്ട. ഇവിടെ മറ്റേ നിറത്തിന് മറ്റേ അതൊന്നും വേണ്ട, നോക്കും. അതുപോലെ തന്നെ നോക്കുന്നതാണ് ഡ്രസ്സിങ്. അത് കഴിഞ്ഞിട്ടായിരിക്കും അവരോട് സംസാരിക്കുന്നതും അവരുടെ സ്വഭാവം മനസ്സിലാക്കുന്നതും അവരുടെ സംസാരം, അവരെങ്ങനെയാണ് ആളുകളോട് ഇടപഴകുന്നത്, ഇതൊക്കെ നമ്മൾ നോക്കും, ഇല്ലേ? പക്ഷെ ഫസ്റ്റ് ശരീരം നോക്കും. എത്രയൊക്കെ ഇവിടെ ഇല്ലാന്ന് ആരും പറഞ്ഞു വന്നാലും സമ്മതിച്ചു തരാൻ പറ്റത്തില്ല. ഫസ്റ്റ് അതായിരിക്കും നോക്കുന്നത്, വസ്ത്രം. അത് പുള്ളി പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. എന്നാൽ ബാക്കി കേക്ക് താങ്കളുടെ സർട്ടിഫിക്കറ്റ് നോക്കിയിട്ടാണോ ഞങ്ങൾ ഇവിടെ ജീവിക്കേണ്ടത്? എന്റെ സർട്ടിഫിക്കറ്റ് വേണ്ട. താങ്കളുടെ സർട്ടിഫിക്കറ്റ്, നിങ്ങൾ പുരുഷന്മാരുടെ പ്രതിനിധിയായിട്ട് ഇവിടെ വന്നതാണല്ലോ. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് വേണോ ഞങ്ങൾക്ക് ഇവിടെ വസ്ത്രം ധരിച്ച് നടക്കാനായിട്ട്? വേണ്ട, പുരുഷന്മാരുടെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട. ആ കുട്ടി ആ ചോദിച്ചതിനോട് ഞാൻ യോജിക്കുന്നു. നമ്മുടെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട മക്കളെ, നിങ്ങൾക്ക് ജീവിക്കാനായിട്ട്. നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾ ജീവിച്ചോ, ഓക്കെ? നമ്മുടെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട. ആ ചോദിച്ചോട് ഞാൻ യോജിക്കുന്നു. ഒരാവശ്യവും ഇല്ല, നമ്മുടെ ആരുടെയും സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല. ഞങ്ങളുടെ വസ്ത്രത്തിന് അനുസരിച്ചാണോ ഞങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളായാലും ഞങ്ങളുടെ കരിയർ ആയാലും ഇതെല്ലാം എന്താണ്, എത്ര ബഹുമാനം അർഹിക്കുന്നു നിങ്ങൾ തീരുമാനിക്കുന്നത്? നിങ്ങളുടെ സർട്ടിഫിക്കറ്റും നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന്റെ അളവും നിങ്ങൾക്ക് ആരാണ് പറഞ്ഞു തന്നത്? നിങ്ങളെ ബഹുമാനിക്കണോ വേണ്ട എന്ന് തീരുമാനിക്കേണ്ടത് എന്റെ അവകാശമാണ്. നിങ്ങളുടെ ബഹുമാനിച്ചോളൂ. നിങ്ങളുടെ ബഹുമാനത്തിന്റെ സർട്ടിഫിക്കറ്റ് ഇവിടെ ആർക്കാണ് വേണ്ടത്? ആയിക്കോട്ടെ, പക്ഷെ നിങ്ങളെ ബഹുമാനിക്കണോ വേണ്ട എന്നുള്ളത് ഞാൻ തീരുമാനിക്കും. എന്റെ തീരുമാനത്തിലാണ് ഇരിക്കുന്നത്. സർട്ടിഫിക്കറ്റ് വേണോ വേണ്ടയോ അതിലൊന്നും കാര്യമില്ല. പക്ഷെ മോള് പറയുന്നത് പോലെ തന്നെ അപ്പുറം ആ ചേട്ടൻ പറയുന്നതിനകത്തും ഒരു ശരിയുണ്ട് മോളെ. അതായത് ബഹുമാനം തരണോ വേണ്ടയോ എന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത്, ഓക്കെ? അത് ചില ആളുകൾ ഒരാളുടെ ഡ്രസ്സിങ് നോക്കിയിട്ടായിരിക്കും ഫസ്റ്റ് ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നത്, ഫസ്റ്റ് ആളുടെ ഡ്രസ്സ് നോക്കിയിട്ട്. ഇപ്പം എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരാളെ ആദ്യമായിട്ട് പരിചയപ്പെടാൻ പോകുന്നു, അല്ലെങ്കിൽ ഒരു ഡേറ്റിന് പോകുന്നു, അങ്ങനെ തന്നെ വെച്ചോ. ഫസ്റ്റ് നമ്മൾ കാണുമ്പോൾ അവരെ എന്താണ് ഡ്രസ്സിങ് എങ്ങനെയാണ്, ചുമ്മാ കട്ടക്കൂറ ഓരോ നാളും ഇട്ടോണ്ട് വന്നിരിക്കുന്നത് എന്ന് നോക്കും. അത് കഴിഞ്ഞിട്ട് സംസാരിക്കും, അവരുടെ സംസാര രീതി, ആളുകളോട് ഇടപഴകുന്ന രീതി, ക്യാരക്ടർ, ഇതൊക്കെ നോക്കും. ഫസ്റ്റ് പോകുന്നത്. അതിപ്പം ഞാനത് നേരത്തെ പറഞ്ഞ സ്ത്രീകൾ, ചേച്ചിമാരെ, പെങ്ങന്മാരെ, നിങ്ങളും പറയുക, നിങ്ങൾ ഒരാളെ ഫസ്റ്റ് കാണുമ്പോൾ എന്തായിരിക്കും ചെയ്യുന്നത്? ഫസ്റ്റ് നമ്മൾ അയാളെ വിലയിരുത്തുന്നത് അയാളുടെ ഡ്രസ്സിങ്ങിലൂടെ ആയിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി. ഫസ്റ്റ് ഒരാളെ നമ്മൾ പബ്ലിക്കിൽ ഒരാളെ കാണുകയാണ്, ആദ്യമേ നമ്മൾ കാണുന്നത് എന്താ? അവരുടെ മനസ്സിലിരിപ്പ് എന്താണ്, അവരുടെ മനസ്സ് കിഴിഞ്ഞ് മറ്റേ അറിയാനോ ഒന്നുമല്ല. ഫസ്റ്റ് ആളുടെ ഡ്രസ്സ് നോക്കും, അവിടെ നമ്മളൊരു മാർക്കിടും. അതിനുശേഷം ഈ മറ്റേ നാറിപ്പുഴുത്ത് അങ്ങനെയാണോ നടക്കുന്നത്, അല്ലെങ്കിൽ അത്യാവശ്യം നല്ല സ്മെല്ലൊക്കെ അടുത്ത് വരുമ്പോൾ ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി അട്രാക്റ്റഡ് ആവും, അല്ലേ? അതെ, ഞാൻ പറഞ്ഞത് തെറ്റുണ്ടോ? സ്ത്രീകളാണെങ്കിലും ഇതൊക്കെ നോക്കും. ഒരുത്തം മറ്റേ നാറി മുഷിഞ്ഞ അടുത്തൂടെ പോകുമ്പോഴത്തേക്ക് അവനിനി ഇപ്പം എത്ര വലിയ നല്ല മനസ്സിൽ ഉടുമയാണെങ്കിലും അടുപ്പിക്കത്തില്ല, ഒന്ന് മാറി നിൽക്കും. ഇങ്ങനെ ഒരു സൈഡിലോട്ട് മാറത്തില്ലേ? ഹനാൻ മോള് മാറത്തില്ലേ? മാറും. കാര്യം അതുപോലെയാണ്. അതുകൊണ്ടാണ് താങ്കൾക്ക് ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ചെറിയ വിഷയം വരുന്നത് ഞാൻ വ്യക്തമായി കേട്ടിരുന്നു. എനിക്ക് പറയാനുള്ളത് ആർജവും കൂടെ താങ്കൾ കാണിക്കണം എന്നുള്ളതുണ്ട്. പറയുന്ന കാര്യം കേൾക്കാൻ പോലും സമ്മതിക്കാതെ ഇയാൾ എന്ത് പുരുഷ പ്രതിനിധിയാണ്? പുരുഷന്മാരുടെ സംസാര പ്രസിഡന്റാ അല്ല. ഒരു സെക്കൻഡ്, അജിത് കുമാറിന്റെ സർട്ടിഫിക്കറ്റ് കൂട്ടി കീറി കളഞ്ഞു. എന്റെ സർട്ടിഫിക്കറ്റ് മാത്രമല്ല, ഈ കേരളത്തിലെ വലിയൊരു വിഭാഗം സ്ത്രീകൾ, ഇപ്പോഴത്തെ ജൻസി പിള്ളേർ ചിലപ്പോ ഇദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുമായിരിക്കും, പക്ഷേ വലിയൊരു വിഭാഗം സ്ത്രീകൾ ഇനി ഇരിക്കുന്നുണ്ടല്ലോ, ഇവര് പറയും കൃത്യമായിട്ടും ആ കുട്ടി എങ്ങനെയാണ് എന്താണെന്നുള്ളത്. കാരണം ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് വാദിച്ചിട്ടുള്ളവരാ നമ്മളൊക്കെ. മലയാളികളായിട്ടുള്ള ബഹുഭൂരിപക്ഷം സംസാരിക്കരുത്.
സംസാരിക്കുന്നത് ആ സമയം ഞാൻ സംസാരിക്കും. താങ്കൾ പറഞ്ഞു ഞാനിവിടെ നിർത്തിയിട്ടുണ്ട്. ഇനി ഇപ്പൊ സംസാരിക്കുന്നത് എന്റെ അവസരമാണ്. എന്റെ അവസരമാണ്. ആ സമയം ഞാൻ സംസാരിക്കും. ഒരുപാട് പേര് താങ്കളെ സഹായിച്ചിട്ടില്ല. എന്താണ് കുഴപ്പം? നിങ്ങളുടെ ഈ വസ്ത്രത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു. വസ്ത്രധാരണം താങ്കളുടെ സോഷ്യൽ മീഡിയയിൽ വരുന്ന വസ്ത്രധാരണം തീർച്ചയായിട്ടും അത് തെറ്റായിട്ടുള്ളത് തന്നെയാണ്. അത് പുതുതലമുറ അനുകരിക്കുമ്പോ അത് പുതിയൊരു പറഞ്ഞിട്ട് കാണുന്ന സ്ത്രീകളൊക്കെ മെക്കെട്ട് കയറുമ്പോൾ ആള് തെറ്റി. താങ്കളുടെ ഇച്ഛയ്ക്ക് അനുസരിച്ച് എല്ലാവരും ഒരേപോലെ കരുതരുത്. എല്ലാവരുടെയും കാര്യം പറഞ്ഞില്ലല്ലോ. ഞാൻ താങ്കളുടെ കാര്യം എല്ലാവരുടെയും കാര്യം പറഞ്ഞില്ല. താങ്കളെ ഇപ്പൊ മറുപടി പറയിപ്പിച്ചിട്ടേ പോകൂ എന്നാണ് ഹനാൻ പറയുന്നത്. മോളെ എങ്ങനെയായിരുന്നു മോളുടെ വരവ് തുടക്കത്തില്? ഇല്ല പോട്ടെ, അതൊക്കെ പോട്ടെ, അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല, തിരിഞ്ഞു നോക്കേണ്ട കാര്യമൊന്നുമില്ല. വട്ടിയൂർക്കാവ് അജിത്തണ്ണൻ പറയുന്ന കുറച്ച് കാര്യങ്ങളോട് യോജിക്കുന്നു. കുറച്ച് നിങ്ങളുടെ കണ്ണിലൂടെ ഒരാളെ കാണുമ്പോൾ അയാൾ അത്യാവശ്യം സാരിയൊക്കെ എടുത്ത് മറ്റേ മുല്ലപ്പൂവൊക്കെ വെച്ച് തുളസിയൊക്കെ വെച്ച് വരികയാണെങ്കിൽ ഷീസ് എ പെർഫെക്റ്റ് വുമൺ എന്നായിരിക്കും നിങ്ങളുടെ ഒരു പെർസ്പെക്റ്റീവ്. യോജിക്കുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വിചാരിച്ചില്ല ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളുണ്ട്, അങ്ങനെ നടക്കാൻ താല്പര്യമുള്ള ഒരുപാട് പെൺകുട്ടികളുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷെ അങ്ങനെ ഉണ്ട്, ലിറ്ററലി അങ്ങനെ ഉണ്ട്. പിടികിട്ടിയോ? നമ്മൾ ഭൂരിഭാഗം ഇന്ന് കാണുന്നത് പുരുഷന്മാരെ എതിർക്കുക, അത് അവരുടെ ഇഷ്ടമാണ് കേട്ടോ, നിങ്ങൾ എതിർത്തോ, ഞാനൊന്നും പറയുന്നില്ല. അല്ലെങ്കിൽ സ്വയം ഇഷ്ടപ്രകാരം, സ്വന്തം ഇഷ്ടപ്രകാരം എനിക്ക് ഷോർട്ട്സ് ഇട്ട് പുറത്തു പോകാനാണ് ഇഷ്ടം, ഓക്കെ യു ക്യാൻ വെയർ ദാറ്റ്, ഒരു കുഴപ്പമില്ല, നിങ്ങളുടെ ഇഷ്ടം, ഇട്ടിറങ്ങിക്കോ. പക്ഷേ ഈ ഇട്ടിറങ്ങുന്ന സാധനങ്ങൾ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ അത് കുറച്ച് അത് ഇട്ടുകൊണ്ടുള്ളൊരു എക്സ്പോസ് ചെയ്ത് കാണിക്കില്ല ചില സാധനങ്ങളൊക്കെ. ഇത് എക്സ്പോസ് ചെയ്ത് നടക്കുമ്പോൾ ചിലപ്പോൾ പുരുഷന്മാർ, ചിലപ്പോൾ എല്ലാവർക്കും ഒരേ മറ്റേ കപ്പാസിറ്റി ആയിരിക്കണമെന്നൊന്നും ഇല്ല, ചിലവന്മാർ വെറുതെ വിടത്തില്ല. ഓക്കെ, അത് അവന്മാരുടെ ഞരമ്പിൻ്റെ കുഴപ്പം. പക്ഷെ അവന്മാരുടെ ഞരമ്പിൻ്റെ കുഴപ്പം എന്ന് പറഞ്ഞ് മാത്രം അങ്ങോട്ട് വെക്കാനും പറ്റത്തില്ല. പറ്റുമോ? ഇല്ലെന്നേ. അവിടെയാണ് പ്രശ്നം വരുന്നത്. കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളും കുറച്ചെന്തെങ്കിലും കാണിക്കണം എന്നും പറഞ്ഞായിരിക്കും ഇറങ്ങുന്നത്, ഓരോന്നിടുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് രണ്ടുപേരുടെ സൈഡിലും പ്രശ്നമുണ്ട്, ഇല്ലേ? ഇതാണ് വലിയ പ്രശ്നം. ഈ വസ്ത്രധാരണത്തെ പറ്റി സംസാരിക്കാൻ തുടങ്ങിയ തെറ്റും ശരിയും ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും. എനിക്ക് അങ്ങനെ കേട്ടോ തോന്നുന്നത്. ഇനി ഇത് അടുത്തൊരാള്, നമ്മുടെ ശ്രീനാദേവി കുഞ്ഞമ്മ ഓർമ്മയുണ്ടോ എല്ലാവർക്കും? അവരൊക്കെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഇതിനകത്ത് നമ്മുടെ സമൂഹം ഒരുപാട് മാറി എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളെല്ലാവരും. പ്രബുദ്ധ കേരളം എന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുകയും സ്കാൻഡിനേവിയൻ രാജ്യങ്ങളോട് നിലവാരത്തിനൊത്ത് വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് അവകാശപ്പെടുകയും ചെയ്യുമ്പോൾ ജർമ്മനിയും ഫ്രാൻസും സ്പെയിനും സ്കാൻഡിനേവിയൻ രാജ്യങ്ങളും ഉൾപ്പെടെയുള്ളവർ സ്ത്രീകളുടെ പുരുഷന്മാരുടെ ഒക്കെ വസ്ത്രത്തിന് നൽകിയിട്ടുള്ള ആ കൾച്ചർ അനുവർത്തിച്ചു പോകുന്ന ഒരു വലിയ സ്വാതന്ത്ര്യമുണ്ട്. ആര് എന്ത് ധരിക്കണം എന്നുള്ളത് തീർത്തും ആ വ്യക്തിയുടെ പൂർണ്ണമായ സ്വാതന്ത്ര്യമാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇവിടെ അദ്ദേഹം പറഞ്ഞൊരു വാചകത്തോട് പൂർണ്ണമായും ഞാൻ വിയോജിക്കുന്നു. ഒരാളുടെ ഡ്രസ് ഇട്ട് കണ്ടാൽ അയാളെ വിലയിരുത്താൻ സാധിക്കുമ്പോൾ എനിക്കിതിന് മറുപടി ഉള്ളത്, ഒരു വ്യക്തിയെ വിലയിരുത്തണം എന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, ഹൗ ദാറ്റ് പേഴ്സൺ ഈസ് യൂസ്ഫുൾ ടു ദ സൊസൈറ്റി. സമൂഹത്തെ സംബന്ധിച്ച് ആ ഒരു ഒറ്റ കാര്യം മാത്രം നോക്കിയാൽ മതിയാകും. സമൂഹത്തിന് ആ വ്യക്തി ഉപകാരിയാണോ, അത്രമാത്രം മതി. അയാൾ എന്ത് ധരിക്കുന്നു, എങ്ങനെ ജീവിക്കുന്നു, എന്ത് വ്യക്തി ജീവിതത്തിന്റെ സ്പേസിൽ എങ്ങനെയാണ് എന്ന് നോക്കണ്ട. ഇനി ഇതിനകത്ത് നമ്മൾ ഒരുപാട് പെർസ്പെക്ടീവ്സ് പറയാനുണ്ട്. അപ്പോൾ അതിന് സോഷ്യൽ, കൾച്ചറൽ, ഹിസ്റ്ററിക്കൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ ഡ്രസ്സിംഗ് പാറ്റേൺസ് ഒക്കെ വരുന്നത്. അതിന് വരുന്ന ചർച്ചകൾ, ഇത്തരം വിഷയങ്ങൾ വരികയാണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. എനിക്ക് ചില കാര്യങ്ങളിൽ ഈ ശ്രീനാദേവി കുഞ്ഞമ്മയുടെ ഒരു അഭിപ്രായം എനിക്ക് ഭയങ്കരമായിട്ടൊരു മാജിക്കലായിട്ട് തോന്നാറുണ്ട്. പിടികിട്ടിയോ? നമ്മളൊരു തീരുമാനം, അല്ലെങ്കിൽ ഞാനൊരു സാധനത്തെ കാണുന്ന എൻ്റെ ഒരു പെർസ്പെക്റ്റീവ്, അത് ചില സമയങ്ങളിൽ കുറച്ചും കൂടെ വൈഡായിട്ട് ചിന്തിക്കണമെന്ന് എനിക്ക് ഇവരുടെ ചില പോയിന്റ്സുകൾ കേൾക്കുമ്പോൾ തോന്നാറുണ്ട്. അതായത് ഇപ്പൊ ഈ ഒരു വിഷയത്തിൽ തന്നെ അവർ പറഞ്ഞതിനോട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓരോരുത്തരുടെ ഇഷ്ടമാണ്, വസ്ത്രധാരണം ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഓക്കെ, അതിനകത്ത് ഒരിക്കലും ഞാൻ എൻ്റെ അഭിപ്രായം പറയില്ല. എൻ്റെ അഭിപ്രായം വേണമെങ്കിൽ പറയാം. ഞാനത് തുടക്കത്തിലേ പറഞ്ഞല്ലോ, ഇത് തന്നെയാണ് എൻ്റെ അഭിപ്രായം, ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷേ അതിൽ വേറൊരു പോയിന്റ് ഞാൻ ആഡ് ചെയ്യുന്നത്, ആ ഇടുന്ന വസ്ത്രം കൊണ്ട് ഒരിക്കലും നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ അതൊരു വൾഗാരിറ്റി നമ്മൾ പ്രദർശിപ്പിക്കണം. ആ ഒരു മനസ്സ് വരരുത്. ആ ഒരു മനസ്സ് ഓരോരുത്തർക്ക് വരുമ്പോഴാണ് പ്രശ്നം ഉണ്ടാവുന്നത്. ഓക്കെ, ഞാൻ അതിനെ എങ്ങനെയാണ്, എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ താല്പര്യമില്ല, നിങ്ങൾക്ക് കാര്യം കത്തിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പൊ ഷോർട്സ് ഇടുന്നു, മറ്റേ ഹാഫ് സ്ലീവ്, കുറച്ച് ഇറക്കം കുറവുള്ള എന്തെങ്കിലും ടീഷർട്ടോ, അതൊക്കെ വോട്ടവർ അവരുടെ ഇഷ്ടമാണ്, സ്ത്രീകളുടെ ഇഷ്ടം, നിങ്ങൾ ഇട്ടോളൂ. പക്ഷെ അതൊരിക്കലും നിങ്ങളുടെ മനസ്സിൽ ഒരു പോയിന്റിൽ പോലും ഓക്കെ ഇത് വെച്ച് കുറച്ച് അങ്ങോട്ട് എക്സ്പോസ് ചെയ്ത ആണുങ്ങളെ പിടിച്ചിരുത്താം
ഈ സാധനം വരരുത്. ഈ സാധനം വരുന്നതിനാണ് എനിക്ക് ആ ഒരു സാധനം വരികയാണെങ്കിൽ, വരുന്നവരുണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. ആ ഒരു സാധനം ഉള്ളിലുള്ള പല ആളുകളുമാണ് ഈ സബ്സ്ക്രിപ്ഷൻ ചില പരിപാടികൾ ഓക്കെ ഉണ്ട്, ഇവിടെ ഇപ്പോഴും നടക്കുന്നുണ്ട്. അതിലൊക്കെ വന്നിട്ട് ഇങ്ങനെയുള്ള ഡ്രസ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് അവർ എക്സ്പോസ് ചെയ്യുന്ന, അല്ലെങ്കിൽ എക്സ്പോസ് ഒന്നും അല്ല, ഒരു വൾഗാരിറ്റി അതിനെ വെച്ച് പ്രദർശിപ്പിക്കുന്ന സാധനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പിടികിട്ടിയോ? അതിനോടാണ് ഞാൻ യോജിക്കാത്തത്. ഇവിടെ ഇവർ ഈ പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിലേ ഉള്ളൂ ഈ വസ്ത്രധാരണത്തെ കൂടുതൽ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ട് നടക്കുന്നത്. പുറത്തൊന്നും ആരും ഇത് മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷെ അവിടെ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഫീഡരം പോലത്തെ പരിപാടികളില്ലേ, ഇത് ഏറ്റവും കൂടുതൽ നടക്കുന്നത് നമ്മുടെ ഇവിടെയാണ്. ഏറ്റവും കൂടുതൽ മനസ്സിന് ചാഞ്ചാട്ടം സംഭവിച്ച് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്ന, ആണുങ്ങളിൽ കൂടുതൽ പ്രശ്നങ്ങൾ സംഭവിക്കുന്ന സ്ഥലം നമ്മുടെയാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൂടുന്നത്. പുറത്തൊന്നും അതില്ല, കുറവാണ്. ഉണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്, ഉണ്ട്. പക്ഷേ ഇനിയും നമ്മൾ അറിയുന്നത് കുറഞ്ഞിട്ടാണോ വോട്ടവ്, ഇവിടുത്തെ പക്ഷെ എല്ലാവരും അറിയുന്നുണ്ട്, ഇല്ലേ? അപ്പോൾ അജിത്തിന് പ്രശ്നമുണ്ടല്ലോ. ഓക്കെ, പറഞ്ഞു. ഓരോരുത്തരുടെ ജനാധിപത്യ ഒരു ഭരണഘടന അവകാശമാണ്, പ്യൂർലി അത് ചോയ്സ് ആണ്. ചോയ്സ് എവിടുന്ന് വരുന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇപ്പോ പിന്നെ അജിത് കുമാറിനോട് ഞാനും വിയോജിക്കുകയാണ്. ഒരു ഡ്രസ്സിങ്ങിലല്ല റെസ്പെക്ട് വേണ്ടത്, ഒരു സ്ത്രീന്റെ പേഴ്സണാലിറ്റിയിലാണ് റെസ്പെക്ട് വേണ്ടത്. പക്ഷെ ആ പേഴ്സണാലിറ്റിയെ സ്ത്രീയുടെ ഒരു ബ്യൂട്ടി ഓവർ റൂൾ ചെയ്യുന്നുണ്ടോ എന്നുള്ള ഈ ചേട്ടൻ പറഞ്ഞതിനോട് ഞാനൊരു കാര്യം പറയട്ടെ. ചേട്ടാ, പേഴ്സണാലിറ്റി, ഒരാളുടെ പേഴ്സണാലിറ്റി നമ്മൾ ഒരു പബ്ലിക്കിൽ നമ്മൾ ആദ്യമായിട്ട്, ഞാനിപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്ക് അമ്പലത്തിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചു. ഞാൻ പോകാറുള്ള ഒരാളാണ്. അമ്പലത്തിൽ പോകുമ്പോൾ നല്ല സാരിയൊക്കെ ഉടുത്ത് ഒരു പെൺകുട്ടി വരികയാണ്. ചിലപ്പോൾ ആ വ്യക്തിക്ക് അത്ര നല്ല പേഴ്സണാലിറ്റി ഉള്ള ആളായിരിക്കത്തില്ല. ചിലപ്പോൾ വളരെ മോശം പേഴ്സണാലിറ്റി, വളരെ മോശം ക്യാരക്ടറുള്ള ഒരു വ്യക്തിയായിരിക്കും. പക്ഷെ അമ്പലത്തിൽ പോകുമ്പോൾ ആ ഒരു പെൺകുട്ടി നല്ലൊരു സാരി ഉടുത്ത് ഒരു മുല്ലപ്പൂവൊക്കെ ഇട്ട് അങ്ങനെ അത്യാവശ്യം നല്ല, അങ്ങനെ ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ, അങ്ങനെ വരുമ്പോഴത്തേക്ക് ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ലൈക്ക് ആ പെൺകുട്ടിയുടെ പേഴ്സണാലിറ്റി എന്താണ്, അല്ലെങ്കിൽ അതിനെ പോയി മുട്ടി അതിൻ്റെ പേഴ്സണാലിറ്റി മനസ്സിലാക്കാൻ ശ്രമിക്കുക അല്ല. ഫസ്റ്റ് ചെയ്യുന്ന എന്തായിരിക്കും? ആ ഭംഗി, അത് ആസ്വദിക്കും. ഭംഗി ആസ്വദിക്കുന്നത് തെറ്റാണോ? എനിക്കറിയില്ല. അതിനെ ആസ്വദിക്കും, അവരുടെ ആ വസ്ത്രം. പിടികിട്ടിയോ? അത് കഴിഞ്ഞിട്ടേ ഈ ഒരു പേഴ്സണാലിറ്റി പരിപാടിയിലോട്ട് പോവുള്ളൂ. ഇതെൻ്റെ മാത്രം ആണോ? അല്ലല്ലോ. അങ്ങനെയാണോ? ചേട്ടന്മാരൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പറയുക. നിങ്ങളും ഇങ്ങനെ തന്നെ ആയിരിക്കത്തില്ലേ? ഇപ്പോൾ പള്ളിയിൽ പോകുമ്പോൾ ഒരു പെൺകുട്ടി രാവിലെ കുളിച്ച് മറ്റേ തലയിൽ കൂടെ മറ്റേ സാധനമൊക്കെ ഇട്ടിങ്ങനെ വരുമ്പോഴത്തേക്ക് ഒന്ന് നോക്കും. അത് കഴിഞ്ഞിട്ടേ പേഴ്സണാലിറ്റി തപ്പാൻ പോവുള്ളൂ, ക്യാരക്ടർ എന്താണെന്ന് തപ്പാൻ പോവുള്ളൂ. എനിക്കങ്ങനെയാണ് തോന്നുന്നത്. ഇപ്പം അമ്പലത്തിൽ തന്നെ പോകുമ്പോഴത്തേക്ക് ജീൻസും ടോപ്പ് ഇട്ട് ഒരാൾ വരുന്നതും സാരി ഉടുത്ത ഒരാൾ വരുന്നതും ഫസ്റ്റ് നമ്മുടെ നോട്ടം സാരി ഉടുത്ത് വരുന്ന പെൺകുട്ടിയിലേക്കേ പോവുള്ളൂ. ഇല്ല, എൻ്റെ അങ്ങനെ പോകാറുള്ളൂ കേട്ടോ. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. എന്നിട്ടേ മറ്റേതിനകത്തോട്ട് പോവുള്ളൂ. ഈ പെൺകുട്ടിയെ കാണുന്ന ഒരു കണ്ണിലൂടെ ആയിരിക്കില്ല ചിലപ്പോൾ മറ്റൊരു കുട്ടിയെ കാണുന്നത്. ഇപ്പം കുറച്ച് ഒരു നല്ല ടൈറ്റായിട്ടുള്ളൊരു ജീൻസൊക്കെ ഇട്ട് വരുന്നൊരു കുട്ടിയെ കാണുന്നതും, അല്ലെങ്കിൽ അവളെ പറ്റി കൂട്ടുകാരോട് സംസാരിക്കുന്നതും, ഉറപ്പായിട്ടും ഒരു സാരി ഉടുത്ത് വരുന്ന പെൺകുട്ടിയെ പറ്റി കൂട്ടുകാരോട് സംസാരിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇല്ലേ? ഞാൻ പറഞ്ഞതിനകത്ത് തെറ്റുണ്ടോ? നിങ്ങൾ പറയണം. ചിലപ്പോൾ എനിക്ക് മിസ്റ്റേക്സ് വരാം, ഞാനും മനുഷ്യനാണ്. തെറ്റുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾ പറയുക. പ്രശ്നമുണ്ട്. അപ്പൊ അവിടെ ചോയ്സ് എന്ന് പറഞ്ഞ് ഒരു സ്ത്രീ ധരിക്കുന്ന വസ്ത്രം, അത് ആരാണ് ആ ചോയ്സ് ഡിഫൈൻ ചെയ്തത്? അവിടെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ പറഞ്ഞല്ലോ, ഇപ്പോ മിസ് ഇന്ത്യ മത്സരത്തിലെ ജഡ്ജസിൽ അവിടെ റൂൾ ഉണ്ട്. 2015 കാൻ ഫിലിം ഫെസ്റ്റിവലില് ഈ ഗാലയിലുള്ള റെഡ് കാർപ്പറ്റ് ഉണ്ട്. ആ റെഡ് കാർപ്പറ്റിൽ ഹൈ ഹീൽ ഷൂ ഇടണം എന്നുള്ള നിയമമുണ്ട്. അത് ഇടാത്ത സ്ത്രീകൾ അവിടെ നിന്ന് പുറത്താക്കി ലോകത്ത് മുഴുവൻ വലിയ പ്രൊട്ടസ്റ്റ് നടന്നിട്ടുണ്ട്. അപ്പൊ ഹൈ ഹീൽ ഷൂസ് ഇടണ്ട ഒരു സ്ത്രീക്ക് ചോയ്സ് ഉണ്ടെങ്കിൽ അതിന് അനുവദിക്കാത്ത ഒരു സ്ഥലം അവിടെ ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ എവിടെയാണ് സ്ത്രീന്റെ ചോയ്സ്? അപ്പൊ ആരാണ് ഈ ചോയ്സ് ഡിഫൈൻ ചെയ്യുന്നത്? ഇത് സത്യത്തിൽ ഫെമിനിസ്റ്റ് ഓതറായ സാൻഡ്രാലിയൊക്കെ 1990 അവരുടെ ഡൊമിനൻസ് ആൻഡ് ഫെമിനിസം എന്നുള്ള പുസ്തകത്തിൽ ഫിനോമിനൽ ഓഫ് ഒപ്രഷൻ, അടിച്ചമർത്തലിന്റെ പ്രതിഭാസം എന്നുള്ള പുസ്തകത്തിൽ 90 പറഞ്ഞിട്ടുണ്ട്, സത്യത്തിൽ ഈ ചോയ്സ് അല്ല, ഇതൊരു ഇല്യൂഷൻ ഓഫ് ചോയ്സ് ആണ്. സത്യത്തിൽ ഇവർ അനുഭവിക്കുന്നത് ഒരു സൈക്കോളജി ഓഫ് ഒപ്രഷൻ ആണ്. അതായത് ഒരു പാട്രിയാർക്കി. പാട്രിയാർക്കി. കാരണം ഇവര് സത്യത്തിൽ, ഞാൻ ഇവരെന്ന് പറയുന്നത് നിങ്ങളല്ലോ, ഞാൻ ഈ ഇതിനെ അനുകൂലിക്കുന്ന
ധരിക്കുന്ന ഒരു ടോട്ടൽ വിശാലമായ അർത്ഥത്തില്ല. വിശാലമായ അർത്ഥത്തില്ല. ഇവര് സത്യത്തിൽ എന്റെ ചോയ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ധരിക്കുന്ന ഒരു വസ്ത്രം അത് സത്യത്തിൽ സെക്ഷുവലി പ്രൊവോക്കേറ്റീവ് ആണ്. ഡീൻ ബെർണറ്റിന്റെ ദ ഹാപ്പി ബ്രെയിൻ എന്നുള്ള പുസ്തകത്തില് ഇത് സെക്ഷുവലി അല്ല ഒരു സെക്കൻഡ്. അല്ലാണ്ട് ഞാൻ അതിലേക്ക് വരാം. ആ പദമൊക്കെ ഒരു പബ്ലിക് സ്പേസിൽ അത് കൂടുതൽ ആരെ പ്രൊവോക്ക് ചെയ്യുന്നു? സെക്ഷുവാലിറ്റി ഒരു എഡ്യൂക്കേഷന്റെ ഭാഗം. ഞാൻ എഡ്യൂക്കേഷൻ സെക്ടറിൽ വരുന്ന ഡ്രസ് ഡീൻ ബെർണറ്റ് സൈക്കോളജിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ ഹാപ്പി ബ്രെയിൻ എന്നുള്ള പുസ്തകത്തിൽ പറയുന്നതാണ് ചില ക്ലോത്ത് വസ്ത്രങ്ങൾ സെക്ഷുവലി പ്രൊവോക്കേറ്റീവ്. ആ സെക്ഷുവലി മെന്നിനെ പുരുഷന്മാർ പല ടൈപ്പ് ഉണ്ട്. ഡാർക്ക് ട്രേഡ് പേഴ്സണാലിറ്റി ഉണ്ട്. സൈക്കോളജി പഠിച്ചവർക്ക് ഡാർക്ക് ട്രേഡ് അല്ല ഞാൻ പറഞ്ഞിട്ട് മാം പറഞ്ഞോ ഡാർക്ക് ട്രേഡ് പേഴ്സണാലിറ്റിയിൽ അവർ ചില സൈക്കോപാത്ത് ഉണ്ടാവും. മാം ഇടയ്ക്കൊരു കാര്യം പറയുന്നുണ്ടല്ലോ, പുരുഷന്മാരെ നോക്കിയിട്ട് വേണോ വസ്ത്രം. ഞാൻ ഒരിക്കലും അതിനോട് 100% ഒരു യോജിപ്പുള്ള ഒരാളല്ല. അതായത് പുരുഷന്മാരെ നോക്കിയിട്ട് വേണം വസ്ത്രം ധരിക്കണം എന്നുള്ളൊരു കാര്യത്തോട് 100% യോജിക്കുന്നില്ല. എന്നാൽ എവിടെ ഒരു പോയിന്റിൽ ആ പറയുന്നതിനോട് ഞാനും യോജിക്കുന്നുണ്ട്. അതായത് പുരുഷന്മാരെയും നോക്കണം. അത് വേറൊന്നും കൊണ്ടല്ല, എല്ലാ പുരുഷന്മാരെയും നോക്കണമെന്നില്ല. നമ്മുടെ നാട്ടിൽ ഈ തുണി കുറഞ്ഞ് കണ്ടു കഴിഞ്ഞാൽ ഉടനെ മറ്റേ അങ്ങനത്തെ കുറെ ഉണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാം, സ്ത്രീകൾക്ക് തന്നെ അറിയാം, അങ്ങനെയുള്ള കുറേ ആളുകളുണ്ട്. രാത്രിയിലൊക്കെ ഇവന്മാരുടെയൊക്കെ കൈ പെട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അല്ല, ഇവന്മാരെ എല്ലാവരെയും കൂടെ ഒന്നിച്ച് പിടിച്ച് ജയിലിടാനോ ഒന്നും ചെയ്യാനോ പറ്റത്തില്ല. അപ്പം സ്വന്തമായിട്ട് നമ്മളും കൂടെ നമ്മളെ ഒന്ന് നോക്കണ്ടേ? വേണ്ടേ? അതിന് ഒരു ഇച്ചിരി നമ്മളൊന്ന് നോക്കണം. അല്ലെങ്കിൽ വസ്ത്രത്തിൽ ഒന്ന് ചില സ്ഥലങ്ങളിൽ പോകുമ്പോഴെങ്കിലും, പ്രത്യേകിച്ച് രാത്രിയിൽ ഇറങ്ങുമ്പോഴെങ്കിലും, കൂടെ വേറെ ആരും ഇല്ലെങ്കിൽ, ഒറ്റയ്ക്കാണ് നടക്കേണ്ടതെങ്കിൽ ആ സമയത്തൊന്ന് സേഫ് ആവുന്നത് നല്ലതല്ലേ എന്നേ ഞാൻ ചോദിക്കുന്നുള്ളൂ. അവരില് പിന്നെ ഈ നാർസിസ്റ്റുകൾ ഉണ്ടാവും. ഇവരെന്താ ഭയങ്കര കരിസ്മാറ്റിക് പേഴ്സണാലിറ്റി. പക്ഷെ നിങ്ങളെ കൺസെന്റിനെ മാനിപ്പുലേറ്റ് ചെയ്ത് പെണ്ണിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ഇവർക്ക് നന്നായിട്ട് അറിയാം. അത്തരം പേഴ്സണാലിറ്റികളെല്ലാം അവരാഗ്രഹിക്കുന്ന ഒരു പുരുഷാധിപത്യം ആഗ്രഹിക്കുന്ന രൂപത്തിൽ ഒരു മെയിൽ ഡിസയറിനനുസരിച്ച് വസ്ത്രം ധരിച്ച് കൊടുക്കലല്ല സത്യത്തിൽ ഒരു ഫെമിനൈൻ അല്ലെങ്കിൽ ഒരു ഫെമിനിസ്റ്റ് മൂവ്മെന്റ് ചെയ്യേണ്ടത്. അവര് ആ വസ്ത്രം അവരുടെ പേഴ്സണാലിറ്റിന്റെ മുകളിൽ വരണം. ഇപ്പൊ ജെൻസി പ്രൊട്ടസ്റ്റ്, ഇപ്പൊ ഡൽഹിയിൽ നടന്ന ജെൻസി പ്രൊട്ടസ്റ്റിൽ അവിടെ ഒരുപാട് ഐക്കണിക് ആയിട്ടുള്ള ഫീമെയിൽസിന് പെൺകുട്ടികൾ നമ്മൾ കണ്ടു. അവരുടെ ബ്യൂട്ടി അല്ല അവിടെ മാനദണ്ഡം, അവരുടെ കറേജും ബ്രേവും ആണ് മാനദണ്ഡം. അതാണ് എല്ലായിടത്തും വരേണ്ടത്. ആ പേഴ്സണാലിറ്റി നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ടത്. അല്ലാതെ അവരുടെ ബ്യൂട്ടി വരുന്ന സ്ഥലങ്ങളിൽ ഇതിനകത്ത് ആരെ പ്രൊവോക്ക് ചെയ്യും? ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ബ്യൂട്ടിയെ അല്ല, അവരുടെ കറേജിനെ അതൊക്കെയാണ് നമുക്ക് പറയാം. അതൊക്കെ നമുക്ക് പറയാമെന്നേ ഉള്ളൂ. പക്ഷേ യാഥാർത്ഥ്യത്തിൽ അത് നടക്കുമോ? എല്ലാ ആണുങ്ങളെയും ഇത് പറഞ്ഞ് മനസ്സിലാക്കി എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ ആണുങ്ങളുടെ കണ്ണിലൂടെ അല്ലെങ്കിൽ സ്ത്രീകളുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ ഓപ്പോസിറ്റ് സെക്സിലുള്ള ഒരു വ്യക്തിയെ കാണുമ്പോൾ ഫസ്റ്റ് അവരുടെ ലുക്ക് അത് നോക്കാതെ അവരുടെ കറേജും അവരുടെ അത് നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നോക്കുന്നവർ കാണും. പക്ഷെ എൻ്റെ അറിവിൽ ഒരു 85% ആളുകളും ഈ പറഞ്ഞതുപോലെ തന്നെയാണ്. ഫസ്റ്റ് അവരുടെ ഒരു ഓവറോൾ ലുക്ക് അതായിരിക്കും നോട്ടീസ് ചെയ്യുന്നത്. അല്ല അങ്ങനെ നോട്ടീസ് ചെയ്യുന്നതിനകത്ത് തെറ്റുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സീരിയസ്ലി ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നാൽ ഇദ്ദേഹം പറഞ്ഞതുപോലെ അതൊന്നും അല്ല നോക്കേണ്ടത്, കറേജാണ്, മറ്റേതാണ്, മറിച്ചേതാണ്. സമ്മതിക്കുന്നു ചേട്ടാ. പക്ഷേ അത് അങ്ങനെ മാത്രമാണോ എന്ന് വാശി പിടിക്കരുത്. അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു കാലഘട്ടം വരുന്നതിന് മുമ്പ് തന്നെ ആളുകൾ ഇവിടെ നോക്കിക്കൊണ്ടിരുന്നത്, എൻ്റെ ഒരു തോട്ടിൽ നോക്കിക്കൊണ്ടിരുന്നത് ലുക്സിൽ തന്നെയാണ്. അഫ്കോഴ്സ് ഇന്നും അങ്ങനെയല്ലേ? പറയാൻ പാടില്ല എങ്കിലും പറയുകയാണ്. ഒരു ഇച്ചിരി ഡാർക്കായിട്ടുള്ള ഒരാളെ നോക്കാൻ ഇവിടെ കുറച്ച് ആളുകൾക്ക് മടിയാണ്. അവരപ്പോഴും നോക്കുന്നത് നല്ല വെളുത്ത ചുന്ദരികളെയാണ്. പുരുഷന്മാരുടെ കാര്യത്തിൽ തന്നെ അങ്ങ് പറഞ്ഞതാണ്. ഇനി തിരിച്ച് സ്ത്രീകളാണെങ്കിലും ഉണ്ട്, അങ്ങനെ നോക്കാതെ പോകുന്നവരുണ്ട്. പക്ഷേ ഭൂരിഭാഗവും അങ്ങനെ നോക്കി പോകുന്നവർ തന്നെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പറയണം. ഇവിടെ മെൻസ് അസോസിയേഷന്റെ ഭാഗമായിട്ട് അദ്ദേഹം വന്നിരിക്കുന്നു. അദ്ദേഹമാണ് ഇതിന് മറുപടി പറയേണ്ടത്. പുരുഷന്മാരെല്ലാം സ്ത്രീകൾ വസ്ത്രം ധരിച്ചു കണ്ടാൽ പ്രൊവോക്ക് ചെയ്യപ്പെടുന്നവരാണ് എന്നുണ്ടെങ്കിൽ അതിന് മറുപടി പറയണം. അജിത്ത് ഉണ്ടോ? അങ്ങനെ മറുപടി ഉണ്ടോ? അതായത് ഈ ആൾക്കാരുടെ കുറ്റവാസന ഇതുമായിട്ട് ബന്ധപ്പെടുത്താൻ പറ്റും. അതായത് ഒരു സ്ത്രീ ധരിക്കുന്ന വസ്ത്രമാണ് എതിരെ നടക്കുന്ന ഒരു പുരുഷനെ പ്രകോപിപ്പിക്കുന്നതും കുറ്റവാസന ചെയ്യാനെങ്കിൽ അയാളുടെ കുറ്റവാസനയാണോ നിങ്ങൾ ഇത് ചെയ്യുന്നത്, അതോ ഈ പ്രകോപിപ്പിക്കുന്നു എന്നുള്ള സാധാരണ പറയുന്ന വാദഗതിയാണ്? സ്വാഭാവികമായിട്ട് എല്ലാ പുരുഷന്മാർക്കും ഈ ഇങ്ങനെയുള്ള വസ്ത്രം ധരിച്ചു വരുന്ന കുട്ടികളെ നോക്കും, സ്വാഭാവികമായിട്ട് നോക്കും. ഞാൻ മനഃപൂർവ്വം നോക്കാതിരിക്കും, ഞാൻ പുച്ഛത്തോടു കൂടി കാണും. അത് എന്റെ മനോഭാവമാണ്. പക്ഷെ മറ്റുള്ളവർ
ഏറ്റവും കൂടുതൽ റേപ്പ് ഈ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നില്ല. ഞാൻ ഒരിക്കലും പുച്ഛത്തോടെ നോക്കാറില്ല. ഓക്കെ, പുച്ഛത്തോടെ നോക്കാറില്ല. അതിന്റെ ആവശ്യം എന്തിനാ? ഒരാളെ പുച്ഛിക്കേണ്ട കാര്യം എന്താ? അവരുടെ വസ്ത്രം നോക്കിയിട്ട് അതിന്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നടക്കുന്നത് 13 വയസ്സിനുള്ളിൽ കുഞ്ഞു കുട്ടികൾക്ക് നേരെ ഉണ്ട്. എന്താ അവരുടെ ഡ്രസ്സിങ്ങിൽ എന്ത് പ്രശ്നമുള്ളത്? അമ്മുമ്മമാർക്കും അത്രയും ഏജ് ആയിട്ടുള്ള ആൾക്കാർക്ക് നേരെ റേപ്പ് അറ്റംപ്റ്റ് നടക്കുന്നുണ്ട്. അവരുടെ വസ്ത്രധാരണത്തിന് എന്താ പ്രശ്നം? അതൊന്ന് മനസ്സിലാക്കി തന്നായിരുന്നു. അവരുടെ വസ്ത്രധാരണത്തിന്റെ പ്രശ്നമല്ല, പൊടികള് പൈതങ്ങളോട് ചില മക്കൾ ചെയ്യുന്ന തെമ്മാടിത്തരം, അല്ലെങ്കിൽ പ്രായം ഒരുപാടുള്ള സ്ത്രീകളോട് ചില മക്കൾ ചെയ്യുന്ന തെമ്മാടിത്തരം, അത് അവരുടെ വസ്ത്രം കണ്ടിട്ടല്ല, അത് അവന്മാരുടെ ഉള്ളിലെ ആ ഒരു ആ സാധനം കണ്ടിട്ടാ. അതാണ് ഞാൻ പറയുന്നത്. അങ്ങനെയുള്ള ആളുകൾ ഉള്ള സ്ഥലമാണ് ഇവിടെ. പിടികിട്ടിയോ? അപ്പൊ നമ്മൾ സെൽഫായിട്ട് നമ്മളെ എല്ലായിടത്തും ഒന്നും വേണ്ട, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യണ്ടേ? ഇങ്ങനെയുള്ള ഓമാരെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? എല്ലാത്തിനും കൂടെ ഒന്നിച്ചു പിടിച്ച് ജയിലിടാൻ പറ്റുമോ? ഇല്ലെങ്കിൽ പട്ടോ എന്നും പറഞ്ഞ് തീർക്കാൻ പറ്റുമോ? ഇല്ല. അങ്ങനെയുള്ളവരും ഉള്ള നാടാണിത്. അപ്പം നമ്മൾ സെൽഫായിട്ട് നമ്മളൊന്ന് പ്രൊട്ടക്ട് ചെയ്യുക ചില സാഹചര്യങ്ങളിൽ. അതേ ഞാൻ പറയുന്നുള്ളൂ. പൊന്നെ അജിത്തണ്ണന്റെ മറ്റേ സാധനത്തിനോട് ഞാൻ എന്തായാലും യോജിക്കുന്നില്ല കേട്ടോ. അതൊരുമാതിരി വൃത്തികെട്ട ഞാൻ മൈൻഡ് ചെയ്യത്തില്ല. എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഭൂരിഭാഗം ആളുകളും ആരാണെങ്കിലും ഒന്ന് നോക്കും, പക്ഷെ ഞാൻ നോക്കത്തില്ല. എനിക്ക് പുച്ഛമാണെന്ന്. എന്തിനാ പുച്ഛിക്കുന്നത്? പുച്ഛിക്കേണ്ട കാര്യമില്ല. അങ്ങനെ പുച്ഛിക്കാനാണെങ്കിൽ അജിത്തണ്ണന്റെ ഈ കോലം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പുച്ഛിക്കണ്ടേ? സ്ത്രീകളെ പുച്ഛിക്കും. എനിക്ക് പോലും ചില സമയത്ത് കാണുമ്പോൾ ചിരി തോന്നാറുണ്ട്. ഇത് എന്താണ് ഇങ്ങനെ എന്ന് തോന്നാറുണ്ട്. എന്ന് വെച്ചിട്ട് പുച്ഛം കൊടുത്തിട്ട് പോകേണ്ട കാര്യമില്ല. സംസാരിച്ച ആ വ്യക്തി പറഞ്ഞു ഒപ്രസ്ഡ് എന്ന് പറഞ്ഞ ഒരു പദം ഉപയോഗിച്ചു. ശരിക്കും ഇദ്ദേഹം ഇപ്പൊ ഇവിടെ ഒരു ഓപ്പറേഷൻ തന്നെയാണ് നടത്തിയിട്ടുള്ളത്. അടിച്ചമർത്തുക ഒരു പെർട്ടിക്കുലർ പേഴ്സണ് നമ്മൾ വ്യക്തിഹത്യ അല്ല ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മളൊരു വ്യക്തിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അവരൊരു ഷോർട്സ് ഇട്ടാലോ ഒരു സ്ലീവ്ലെസ് ഇട്ടാലോ എങ്ങനെയാണ് ഒരു പൊതു ഇടത്ത് വെച്ചിട്ട് അവരെ വ്യക്തിപരമായിട്ട് അറിയാതെ നിങ്ങൾക്ക് മോശക്കാരിയാണെന്നോ? നിങ്ങളെ ഞങ്ങൾ ഇതിനു മുമ്പ് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, എന്നാൽ ഇന്ന് നിങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ആയിരിക്കുന്നത് ഈ കോലത്തിലാണ്. അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് ഞങ്ങളുടെ സപ്പോർട്ട് ഇല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം നിങ്ങളുടെ വീട്ടിൽ പോയി ധരിച്ചോളൂ. നിങ്ങളുടെ വീട്ടിലുള്ള സ്ത്രീകളാണോ ഞങ്ങൾ? നിങ്ങളുടെ വീട്ടിലുള്ള സ്ത്രീകളോട് സംസാരിക്കുന്ന ഭാഷയിൽ മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടിയിട്ടല്ലേ? പറഞ്ഞു പൂർത്തിയാക്കാൻ സമ്മതിക്കണം. മനസ്സിലായില്ലേ? ഞാൻ സംസാരിക്കുന്നതിൽ പരമാവധി മാന്യതയും നമ്മളൊരു വ്യക്തിഹത്യ ചെയ്യാത്ത രീതിയിലാണ് ഞാൻ സംസാരിക്കുന്നത്. നമ്മളിവിടെ ഇത്രയും സ്ത്രീകൾ ഇരിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് കോർണർ ചെയ്യാൻ സാധിക്കുന്നത്? നമ്മളൊരു ജനറൽ സംഭവത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഓക്കെ, ഒരാളുടെ വസ്ത്രധാരണത്തിന്, ഒരു സ്ത്രീയുടെ വസ്ത്രധാരണത്തിന് പൊതു ഇടത്തിൽ നിയന്ത്രണം ആവശ്യമുണ്ടോ? ഒരുപക്ഷെ നിങ്ങളുടെ അഭിപ്രായം ആവശ്യമുണ്ട് എന്നുള്ളതായിരിക്കും. നമ്മളുടെ അഭിപ്രായം ഞാൻ ഒരിക്കലും അത് ആവശ്യമുണ്ടോ എന്ന് പറയില്ല. വീണ്ടും പറയുന്നു, വസ്ത്രധാരണം ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷേ ഇത് ഒരു പുരുഷനോ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയോ അല്ല നിങ്ങൾക്കൊരു ബോർഡർ വെക്കേണ്ടത്. നിങ്ങൾക്ക് തന്നെ ഒരു ബോർഡർ വെക്കണം. ഞാൻ അതേ പറയുള്ളൂ. സ്ത്രീകൾക്ക് തന്നെ ഒരു ബോർഡർ വെക്കണം, ഒരു പോയിന്റ് വരയ്ക്കണം. പിടികിട്ടിയോ? ഇല്ലെങ്കിൽ അത് പ്രശ്നമായിട്ട് മാറും. ഒരിക്കലും നിങ്ങളെ ആരെയും കെട്ടിയിട്ടിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് അങ്ങനല്ല. പക്ഷെ നിങ്ങൾക്ക് ബോർഡർ വെക്കേണ്ട സ്ഥലം ഉണ്ട്, വെക്കണം. പ്രത്യേകിച്ച് ചില സാഹചര്യങ്ങളിൽ അത് വെച്ചേ പറ്റുള്ളൂ. അത് വെക്കാതെ വരുമ്പോഴാണ് ഇവിടെ പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നത്. എന്തായിരിക്കും? അങ്ങനെ ഒരു പെർട്ടിക്കുലർ നിയന്ത്രണത്തിന്റെ ആവശ്യമില്ല എന്നുള്ളത് പറഞ്ഞു മുഴുവിപ്പിക്കാൻ സമ്മതിക്കണം. എങ്ങനെയാണ് ഒരു ജനാധിപത്യ സമൂഹം സമാധാനമായിട്ട് മുന്നോട്ട് പോകുന്നത്? അല്ലേ? അത് മറ്റൊന്നുമല്ല, നമ്മൾ എല്ലാവരും പരസ്പര ബഹുമാനത്തോടു കൂടിയും ഉത്തരവാദിത്ത ബോധത്തോടു കൂടിയിട്ടും വേണം പോവാൻ. അതല്ലാതെ നമ്മളൊരു പേഴ്സണെ നമ്മൾ കണ്ടു, ഓക്കെ അയാൾ ഇന്നതാണ്, നിങ്ങൾ അങ്ങനെ നെയിം സ്ലിപ്പ് കൊടുക്കുകയാണോ? നിങ്ങൾക്ക് അതിന് ആരെവിടെ ഏർപ്പാടാക്കിയിട്ടുള്ളത്? ഓരോ വ്യക്തികൾക്കും ഞങ്ങൾ ഇതാ ഇന്ന നെയിം സ്ലിപ്പാണ് കൊടുക്കുന്നത്. അതിന് പേട്രിയാർക്കി, ഓപ്പറേഷൻ ഇതുപോലെയുള്ള കുറെ പേരുകളും കണ്ടെത്തിയിട്ട് നിങ്ങൾ വിലയിടാൻ വരരുത്. ഞാൻ പറഞ്ഞത് അതായത് സൊസൈറ്റിയിൽ പല രൂപത്തിൽ ഇതിനെ രണ്ട് രൂപത്തിൽ ഇതിന്റെ മാനദണ്ഡം പുരുഷന്മാർക്ക് മാനദണ്ഡം ഉണ്ട്. ഒരു സ്ത്രീകൾ
സ്ത്രീകളുമായിട്ടുള്ള എന്തെങ്കിലും ഹരാസ്മെന്റോ അബ്യൂസോ നടക്കുകയാണെങ്കിൽ ഭാരതീയ ന്യായ സംഹിത BNS സെക്ഷൻ 78 സ്റ്റോക്കിംഗ് പിന്നെ പാടില്ല. അത് സ്ത്രീയെ സ്റ്റോക്ക് ചെയ്താൽ എത്ര ഇംപ്രിസൺമെന്റ് ഒക്കെ എല്ലാം ഉണ്ട്, 3 കൊല്ലം തടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. BNS സെക്ഷൻ 63 റേപ്പിനെതിരെയുള്ള ശിക്ഷകളുണ്ട്. പുരുഷൻ എന്ത് ചെയ്താലും പണിഷ്മെന്റ് ഉണ്ട്, പണിഷ് ചെയ്യപ്പെടണം. പുരുഷൻ സെക്ച്വലി പ്രൊവോക്കേറ്റീവ് ആയാലും എന്തെങ്കിലും ഹരാസ് ചെയ്താൽ പുരുഷൻ ശിക്ഷിക്കപ്പെടണം. അവൻ തന്നെയാണ് ഒന്നാം പ്രതി, ഒരു സംശയവുമില്ല. പക്ഷേ ഞാൻ പറയട്ടെ, അപ്പോ മറ്റേ ഭാഗത്ത് അഥവാ മറ്റു ഭാഗത്തും ഒരു നിയന്ത്രണം. ഇവിടെ ഒരു കാര്യം വ്യക്തമാക്കണം. അവിടെ ആദ്യം സൂചിപ്പിച്ച ആ അപമാനിക്കുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, ഒരു സംശയമില്ല. അതിനെതിരാണ് നമ്മളെല്ലാം. നമ്മളിവിടെ പറയുന്നതാണ്, നമ്മളിവിടെ പറയുന്നത് പാട്രിയാർക്കി നിങ്ങളെ മിസ്യൂസ് ചെയ്യുന്നതാണ്. നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ. സ്ത്രീക്ക് അവളുടെ ശരീരം, അവളുടെ സൗന്ദര്യം എങ്ങനെ സംരക്ഷിക്കണം, എങ്ങനെ വസ്ത്രം ധരിക്കണം, ഇതെല്ലാം അവർക്കൊരു മാനദണ്ഡമുണ്ട്. അത് ഓക്കെയാണ്. എനിക്ക് എന്റെ തീർച്ചയായിട്ടും പുരുഷന്മാരല്ലേ നമ്മോട് കൂടെ ഉള്ളത്. അപ്പൊ പിന്നെ പുരുഷന്മാർ അതിന് വിലയിടില്ലേ? തീർച്ചയായിട്ടും വിലയിടണം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ സംസ്കാരം ഇല്ല. തീർച്ചയായിട്ടും പുരുഷന് സ്ത്രീയും ഉണ്ടെങ്കിലേ ജീവിതമുള്ളൂ. പുരുഷന് സ്ത്രീക്ക് മാത്രം ജീവിക്കാൻ പറ്റില്ല, സ്ത്രീ മാത്രം വിചാരിച്ചാൽ ജീവിക്കാൻ പറ്റില്ല. പെങ്ങളെ, പുരുഷന്മാരുടെ ഡ്രസ്സിന് സ്ത്രീകൾ വില ഇടാറില്ലേ? വില ഇടാറില്ലേ? കല്യാണം കഴിച്ച് കുടുംബമായിട്ട് ജീവിക്കുന്നവരോടൊന്ന് ചോദിച്ചാൽ മതി, ഭർത്താവ് പുറത്തേക്ക് പോകുമ്പോൾ ഏത് കളർ ഷർട്ട് ഇടണം, അല്ലെങ്കിൽ ഇത് ചേരുന്നില്ല. ഇതൊക്കെ ഒരു ഫാമിലി ലൈഫിൽ ഉള്ളതാ. പിടികിട്ടിയോ? നിങ്ങൾ കല്യാണം കഴിക്കാതിരിക്കുന്നതുകൊണ്ടായിരിക്കും വേറൊരുത്തം വന്നത് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പൊളിയുന്നത്. മനസ്സിലാക്കുന്നു എന്ന് വെച്ചിട്ട് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും വിലയിടാറുണ്ട് ഇടുന്ന വസ്ത്രങ്ങളിൽ. അതിനെ അത്ര വലിയ തെറ്റായിട്ട് കാണേണ്ട കാര്യമുണ്ടോ? ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളെ ഇത് വലിയതായിട്ട് അങ്ങ് പുകഴ്ത്തി കാണിച്ച്, അല്ലെങ്കിൽ മറ്റേ എല്ലാവരുടെയും ഫ്രണ്ടിൽ പോർട്രേറ്റ് ചെയ്ത് കാണിച്ച് വലിയ തെറ്റായിട്ട് അതിന്റെ ആവശ്യം എന്താണ് ഇവിടെ? അതിന്റെ ആവശ്യം എന്താണ്? ഇവിടൊക്കെ ജനിക്കാൻ കാരണം പുരുഷനല്ലേ? ഒരു പുരുഷൻ മാത്രമായതുകൊണ്ടാണ് ഒരു കുട്ടി ഇവിടെ ജനിക്കുന്നത്. അല്ല, സ്ത്രീയും കൂടിയാണ്. അപ്പൊ പുരുഷനിൽ ഇടപെടാൻ പാടില്ല എന്ന് പറയുന്നതിൽ എന്താ അർത്ഥം? അതുകൊണ്ട് പുരുഷൻ ഇടപെടാൻ പാടില്ല എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളേ? പുരുഷനും ഇടപെടണം. പുരുഷനായിട്ട് ഇടപെട്ടേ പറ്റൂ. കാരണം എനിക്കൊരു കുട്ടിയുണ്ട്, ആ കുട്ടി ബിക്കിനി ഇട്ടോണ്ട് സ്കൂളിൽ പോകാൻ തുടങ്ങി കഴിഞ്ഞാൽ ഞാൻ പറയും അത് പാടില്ല. അതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. ഞങ്ങളെ പോലുള്ള സമൂഹത്തിന് കണ്ടിരിക്കാൻ പറ്റില്ല. ഞങ്ങള് പ്രതികരിക്കും, ശക്തമായിട്ട് പ്രതികരിക്കും. നല്ല ഡ്രസ് ധരിച്ചാൽ ഭരണഘടന നമുക്ക് പറഞ്ഞിട്ടുണ്ട്. സാറ് പറഞ്ഞു ഡ്രസ്സുകൾ വീട്ടിൽ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടില്ല. ഇങ്ങനത്തെ ഡ്രസ്സുകൾ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടില്ല. ഭരണഘടനയിൽ നമുക്ക് നമ്മുടെ അവകാശമാണ്. മുന്നിൽ വന്നാൽ ഞാൻ പറഞ്ഞു കുഞ്ഞിന് സ്കൂളിൽ പോകാൻ പറ്റില്ലെന്ന്. ഈ സ്കൂളുകൾ ആരാധനകൾക്ക് അവർക്കൊരു പൊതു ചട്ടമുണ്ട്. അങ്ങനത്തെ ഡ്രസ് കോഡ് ഇടാൻ പോലും പൊതുനിരത്ത് അങ്ങനെ ഒരു ചട്ടം ആരും വെച്ചിട്ടില്ല. അത് ഉള്ളിടത്തോളം കാലം ഇഷ്ടമുള്ള ഡ്രസ് പൊതുവിടത്ത് ചട്ടമുണ്ട്. പൊതുവിടത്ത് ചട്ടയില്ലെന്ന് പറയാൻ പറ്റില്ല. പൊതുവിടത്ത് ചട്ടമുണ്ട്. മോളെ, ഞാനൊരു കാര്യം പറയാം. നീ കിടന്ന് അലക്കുന്നോണ്ട് പറയുക. ഇഷ്ടമുള്ള ഡ്രസ്സ് ഇട്ട് പുറത്ത് നടക്കാം, അതിലൊരു കുഴപ്പവും ഇല്ല. നമ്മുടെ എവിടെയാ മിയാമി ബീച്ച് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ബിക്കിനിയൊക്കെ ഇട്ടിട്ട് ഇറങ്ങാറുണ്ട് ബീച്ചിൽ. നിനക്ക് നമ്മുടെ ആലപ്പുഴ ബീച്ചിലോ നമ്മുടെ എന്താണ് എറണാകുളത്തുള്ള എവിടെങ്കിലും ബീച്ചിലോ ഏതെങ്കിലും കോഴിക്കോട് ബീച്ചിലോ എവിടെങ്കിലും പോയി നിനക്ക് ബിക്കിനി ഇട്ട് ഇറങ്ങാൻ പറ്റുമോ? ഇറങ്ങാൻ പറ്റുമോ? നീ വേറെ എങ്ങും ഇറങ്ങണ്ട, ബീച്ചിൽ പോയി നിനക്കൊന്ന് ഇറങ്ങാൻ പറ്റുമോ? മര്യാദയ്ക്ക് നിനക്ക് ബീച്ചിൽ കിടന്നൊന്ന് കുളിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അത്ര എനിക്ക് നിന്നോട് പറയാനുള്ളൂ. കൂടുതലൊന്നും പറയാനില്ല. നിനക്കിടാം, നിനക്ക് നിന്റെ ഇഷ്ടമാണ്, നിനക്ക് എവിടെ ഏത് വസ്ത്രം വേണമെങ്കിലും ഇട്ടിറങ്ങാം. പക്ഷെ ഇതൊക്കെ പറച്ചില്ലേ ഉള്ളൂ. ചില സ്ഥലങ്ങളിൽ ചില ഡ്രസ്സുകൾ ഇട്ട് നീ ഇറങ്ങിക്കഴിഞ്ഞാൽ നിന്നെ അങ്ങോട്ട് തീർന്നു, അടുത്ത ദിവസം നീ തീർന്നു. അതിൽ സ്ത്രീകൾ പോലും കാണും. അതിനകത്തൊന്നും നീ മനസ്സിലാക്കേണ്ട കാര്യം,
നിന്നെ പോലുള്ള സ്ത്രീകൾ മാത്രമല്ല ഈ നാട്ടിലുള്ളത്, അത്യാവശ്യം ബോധമുള്ളവരും ഉണ്ട്, ഇല്ലേ? പൊതുവിടെന്ന് പറയുന്ന പൊതു സമൂഹമാണ്. ആ സമൂഹത്തിന് തൃപ്തിയുള്ളതുപോലെ നിങ്ങൾ പരിമിതി ഉണ്ട്. ഹനാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൊച്ചുകുട്ടിയായിരിക്കും മുതലേ അറിയാം. ഈ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല കുട്ടിയായിരുന്നു, മീൻവിട്ട് കടന്ന കുട്ടിയായിരുന്നു. സ്നേഹവും സമാധാനവും കുട്ടി വളരും തോറും ശരീരത്തിലെ തുണി കുറഞ്ഞു വരിക. അപകടം തന്നെയാണ്. സോഷ്യൽ മീഡിയയിൽ എന്നെ പോലുള്ള ഒരു വ്യക്തി മതി, എനിക്ക് കൂടുതലൊന്നും വേണ്ട. വളർന്നു വരും തോറും വസ്ത്രം കുറഞ്ഞു വരികയാണ് ആ കുട്ടിയുടെ എന്ന് അവര് പറഞ്ഞ ഉടനെ അതിനിപ്പോ എന്താ കുഴപ്പമെന്ന്. എടേ, അവിടെ തീർന്നില്ലേ? അതുകൂടാതെ ഹനാൻ തന്നെ ചോദിക്കുന്നത് കേട്ടില്ലേ, ഞാനെന്താ ബിക്കിനി ഇട്ട് നടന്നോ എന്നൊരു കാര്യം പറയുന്നുണ്ട്. അപ്പോ ഇത്രയും കിടന്ന് വാവിട്ടലയ്ക്കുന്ന ഹനാന്റെയും ബാക്കി അവിടെ ഇരിക്കുന്നവരുടെയും ഫ്രണ്ടിൽ ബിക്കിനി എന്ന് പറഞ്ഞാൽ അത്രയും മോശം ഒരു ഡ്രസ്സാണോ? അല്ല, നിങ്ങൾ തന്നെ ഇത് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ തന്നെ അതിനുള്ള ഉത്തരം പറയണം. ഹനാന്റെ വായിൽ നിന്ന് വരുന്നുണ്ട്, എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ കിടപ്പുണ്ടോ ഞാൻ ബിക്കിനി ഇട്ട് നടക്കുന്നത്? അല്ല, അപ്പൊ ബിക്കിനി ഇട്ട് നടക്കുന്നത് പ്രശ്നമാണോ? നിങ്ങളുടെ കണ്ണിൽ ബിക്കിനി ഇട്ട് നടക്കുന്ന പ്രശ്നമാണ് അല്ലേ? അത് നിങ്ങൾക്ക് പ്രശ്നമാണ്. നിങ്ങളുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ അത് തെറ്റാണെങ്കിൽ ബാക്കിയുള്ളവരുടെ കണ്ണിലൂടെ ചില സമയത്ത് നിങ്ങൾ ഇടുന്ന ഡ്രസ്സ് അത് മോശമായിട്ട് അല്ലെങ്കിൽ അത് ബോറായിട്ട് തോന്നുന്നെങ്കിൽ അതിനെന്താണ് തെറ്റ്? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് അത് നിങ്ങൾക്ക് ധരിക്കാം, ആയിക്കോട്ടെ. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഡ്രസ്സ് വേറെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് മോശമായിട്ട് നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ട്, ഇൻക്ലൂഡിങ് ഹനാൻ. തോന്നുന്നുണ്ടല്ലോ, അത് ഹനാന്റെ വായിൽ നിന്ന് വീണു. അപ്പം പിന്നെ ഈ ചർച്ചയ്ക്ക് തന്നെ എന്താണ് വാല്യൂ ഉള്ളത്? അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പറ്റത്തില്ല. ഈ ഒരു വിഷയത്തിൽ നമുക്ക് പ്രോപ്പറായിട്ട് ഇതാണ് നടക്കുകയല്ല. കാരണം എന്തൊക്കെ നമ്മളിങ്ങനെ കിഴിഞ്ഞെടുത്താലും എല്ലാത്തിനും അതിനൊരു ഓപ്പോസിറ്റ് സൈഡുണ്ട്, ഇല്ലേ? നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ പറയണേ. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയർഡ്.